ആലപ്പുഴ ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിലെ ശുചിമുറിയിൽ പ്രസവിച്ച ശേഷം അമ്മ ജനലിലൂടെ പുറത്തേക്കെറിഞ്ഞ കുഞ്ഞിനെ ശിശുക്ഷേമ സമിതി ഏറ്റെടുക്കും. കുട്ടിയെ വളർത്താൻ താല്പര്യമില്ലെന്ന് 19-കാരി കൗൺസിലിംഗിനിടെ പറഞ്ഞു. ചോരക്കുഞ്ഞിന്റെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചാൽ നടപടിയെടുക്കുമെന്ന് CWC. തിങ്കളാഴ്ച രാത്രി വയറുവേദനയ്ക്ക് ചികിത്സ തേടിയ സ്വകാര്യ ആശുപത്രി ജീവനക്കാരിയാണ് ശുചിമുറിയിൽ പ്രസവിച്ചത്. പൊക്കൽക്കൊടി സ്വയം മുറിച്ചു മാറ്റിയ ശേഷം കുഞ്ഞിനെ ജനലിലൂടെ പുറത്തേക്കെറിഞ്ഞു. കരച്ചിൽ കേട്ട ആശുപത്രി ജീവനക്കാർ വേഗത്തിലെത്തി പ്രാഥമിക ചികിത്സ നൽകി അമ്മയെയും കുഞ്ഞിനെയും വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. 19-കാരിക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തതിനാൽ പോലീസ് നിരീക്ഷണത്തിലാണ്. മാനസികാരോഗ്യം വീണ്ടെടുക്കാനായി കൗൺസിലിംഗ് നൽകുന്നുണ്ട്. ഗർഭിണിയാണെന്ന് അറിയില്ലായിരുന്നുവെന്നാണ് പറയുന്നത്. വയറ്റിൽ കൊഴുപ്പടിഞ്ഞതാണെന്ന് കരുതിയത്രേ. എറണാകുളത്തെ ജോലിസ്ഥലത്ത് വെച്ച് പരിചയപ്പെട്ട ഇതര സംസ്ഥാനക്കാരനുമായി അടുപ്പത്തിലായിരുന്നു. ഇപ്പോൾ അകൽച്ചയിലാണ്. ഗർഭിണിയായതും പ്രസവിച്ചതും അയാൾ അറിഞ്ഞിട്ടുണ്ടാകില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കുഞ്ഞിനെ വളർത്താൻ കഴിയില്ലെന്നും പെൺകുട്ടി കൗൺസിലറോട് പറഞ്ഞു. അമ്മ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആകുന്നതോടെ പെൺകുഞ്ഞിനെ ആലപ്പുഴയിലെ ശിശുവിഹാറിലേക്ക് മാറ്റും. അവിടെ 2 മാസം പരിചരിക്കും. ഈ സമയത്തിനുള്ളിൽ അമ്മയ്ക്ക് വേണമെങ്കിൽ കുഞ്ഞിനെ ഏറ്റെടുക്കാം. അതുകഴിഞ്ഞാൽ അവകാശം ഉന്നയിക്കാനാകില്ല. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.